Guys, welcome to our new channel Plates by Luca. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ പരിപ്പ് കറിയാണ്. അതിനധികം വളരെയധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാത്ത ഒരു സിമ്പിൾ പരിപ്പ് കറിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഒരു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഹാഫ് സബോളയും ഒരു 3 പച്ചമുളകുമാണ്. 3 പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഇത് വളരെ എരിവ് കുറവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് 3 പച്ചമുളക്. പിന്നെ ഒരു തക്കാളി, പിന്നെ 2 വത്തലമുളക്. ഞാൻ പിന്നെ എടുത്തിരിക്കുന്ന ഒരു ഹാഫ് കപ്പ് ഓഫ് പരിപ്പാണ്. അതിനുശേഷം നമുക്ക് ആ ചോപ്പ് ചെയ്തിരിക്കുന്ന തക്കാളി, സബോള, പച്ചമുളകും പിന്നെ ആ പരിപ്പും കൂടി ഇട്ട് അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ആ പരിപ്പും എല്ലാം ഒന്ന് മൂടി കിടക്കണം. അതിൻ്റെ അകത്തേക്ക് അത്രയും വെള്ളം ഒഴിച്ച് കുറച്ച് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 3 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് സ്പിനാച്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സ്പിനാച്ചും കൂടെ കാര്യം എന്ന് വെച്ചാൽ സ്പിനാച്ച് നല്ല ഹെൽത്തിയാണ്, ഇത് ഓപ്ഷണലാണ്. നമുക്കിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിലും വേറെ വിഷയമൊന്നുമില്ല, നമുക്ക് നോർമലായിട്ട് ഉണ്ടാക്കാം. അതിനുശേഷം ഒരു പാൻ എടുക്കുക. ഞാൻ പാനിലേക്ക് പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് സ്വല്പം എണ്ണ ഒഴിക്കുക. ഇത് സ്വല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് കടുകിടുക. കടുകൊക്കെ ഒന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് പൊട്ടി ഫുള്ള് നല്ലപോലെ ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേനും നമുക്ക് പയ്യെ ആ 2 വത്തലമുളക് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് നടുവേ ഒന്ന് കീറിയിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കടുകും അതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് സ്പിനാച്ച് ഇടാം. ഇപ്പോൾ നേരെ കുറച്ച് അത് സ്പിനാച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ സ്പിനാച്ച് ഇട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ നേരെ ആ പരിപ്പ് അതിൻ്റെ അകത്ത് കിട്ടാൽ മതി. സ്പിനാച്ച് വളർന്ന് അത്യാവശ്യം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ സ്പിനാച്ച് അത്യാവശ്യം ഈ രീതിയിലേക്ക് വാടി വരും. 3 വിസിലടിച്ച് പരിപ്പാണ്. ഞാൻ ഇവിടെ ഇതുണ്ടോ 3 വിസിലായപ്പോഴത്തേനും അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇതാ പയ്യെ നമ്മുടെ ചൂടായി വന്ന ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ കുക്കറിൽ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അത്യാവശ്യം കുറച്ച് അത്യാവശ്യമൊക്കെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുഴപ്പമില്ല, അതൊന്ന് തിക്കായി വന്നോളൂ നമ്മൾ തിളച്ച് വരുമ്പോഴത്തേനും. എന്നിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് ഇടുക. പരിപ്പ് കറി ഇതേ ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് പരിപ്പ് കറി. എല്ലാവർക്കും ഈ സിമ്പിൾ പരിപ്പ് കറി ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ റെസിപ്പികളുമായി, സിമ്പിൾ റെസിപ്പികളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.